മാത്രമല്ല ഗ്യാങ്ങായിട്ട് വന്നാലും നമുക്ക് അടിച്ചു കൊടുക്കില്ല. അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ അതായി കിടക്കുന്നത്. ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അച്ചൻകോവിലോട്ടാണ്. അച്ചൻകോവിലോട്ട് പോകാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇന്നൊരു ലീവ് കിട്ടിയ ദിവസം, അപ്പോൾ വെറുതെ ഇരിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇറങ്ങിയതാണ്. അപ്പം ഇപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാലിയക്കര ആറ്റിൻ്റെ അവിടെ കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തായിട്ടായിരിക്കും ഫാക്ടറിയും ഓക്കെ. അപ്പം ഇവിടുന്ന് ഇനി 34 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്. 34 കിലോമീറ്റർ പോയാലേ നമുക്ക് ഇനി അച്ചൻകോവിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടുത്തെ റോഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ അങ്ങനെ പോവല്ലേ. പോകുന്നതിന് മുമ്പേ വെള്ളവും കാര്യങ്ങളെല്ലാം വാങ്ങി വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അങ്ങോട്ട് കടയൊക്കെ കുറവാണ്, പിന്നെ തണുത്ത വെള്ളമൊന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വാങ്ങിയെല്ലാം സ്റ്റോക്ക് ചെയ്തിട്ടാണ് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയത്. പിന്നെ മെയിനായിട്ട് നമ്മളൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കാനുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. മാക്സിമം ഒന്നെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ പിക്നിക്കിനെ കയ്യിൽ കരുതുക. ഫുഡോ കാര്യങ്ങളൊക്കെ കൈ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് അവിടെ പോയിരുന്ന ഫാമിലിയായിട്ട് ഒന്നിച്ചിരുന്ന് കഴിക്കുകയും ടൈം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. നമ്മളൊരു വെള്ളച്ചാട്ടം കണ്ടു കേട്ടോ. അപ്പോൾ അത് കണ്ട് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് താഴോട്ടൊന്ന് ഇറങ്ങി നോക്കിയാലോ കണ്ടെന്ന്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഡ്രസ്സോ കാര്യങ്ങളൊന്നും എടുക്കാത്തതുകൊണ്ട് നമുക്ക് വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ. ചുമ്മാ ഇറങ്ങി കാലും കൈയൊക്കെ ഒന്ന് കഴുകി, മുഖമൊക്കെ ഒന്ന് കഴുകി. അവിടെ തടി കുറുകി കിട്ടണം 2 പറ ഇടയ്ക്ക്. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് കയറി ഓരോരോ കോപ്രായം കാണിക്കുന്നതാണ് നിങ്ങൾ ഈ വീഡിയോയിലൊക്കെ കാണുന്നത് കേട്ടോ. ഓരോ കോപ്രായങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്തൊന്ന് കാണാൻ പറ്റും. അങ്ങോട്ട് ഇട്ടെല്ലാം പറഞ്ഞ മണ്ടയ്ക്ക് ചാടി കളിച്ച് ലാസ്റ്റ് ആ തടിയുടെ മണ്ടയ്ക്ക് കയറിക്കുന്നത് എനിക്ക് ഈ വീഡിയോ കാണാൻ പറ്റുന്നത്. ഓരോരുത്തരും ഷൂസ് കൂടെ ഇട്ടുകൊണ്ട് പോയിരുന്നു. അപ്പം എനിക്ക് അധികം വെള്ളത്തിലൊന്നും ചവിട്ടാൻ പറ്റില്ല. വെള്ളത്തിൽ ടച്ച് ചെയ്യാതെ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ചാടി കളിച്ച് കിടക്കുന്നു. കയറുമ്പോൾ നല്ല രീതിക്കുള്ള ചീവീടിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. ഞാൻ ആദ്യമായിട്ട് ഈ ചീവീടിൻ്റെ സൗണ്ട് ഇത്രയും ഉച്ചത്തിൽ കേൾക്കുന്നത്. പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇങ്ങോട്ട് ബസ് റൂട്ടാണ് കേട്ടോ. ബസ് കൊണ്ട് കൃത്യമായിട്ട് സമയമൊന്നും അറിയില്ല. ഞങ്ങൾ പോയ സമയത്ത് അവിടെ ബസ് കിടപ്പുണ്ടായിരുന്നു, അമ്പലത്തിനവിടെ കിടപ്പുണ്ടായിരുന്നു. ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാട്ടോ. ഉച്ചയ്ക്ക് ഒരു 1:30-2 മണി കഴിഞ്ഞപ്പോൾ നമ്മളവിടെ എത്തിയത്. അതുകൊണ്ട് ഒറ്റ മനുഷ്യനെ കാണില്ല. പിന്നെ നമ്മൾ അങ്ങോട്ട് നടന്ന് രഥത്തിൻ്റെ അടുത്തൊക്കെ പോയി തകർന്ന് നടക്കുന്ന രഥമൊക്കെ കണ്ടു. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പുതിയതായിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന രഥം നമുക്ക് വെളിയിൽ നിന്ന് കാണാൻ പറ്റും. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതുകൊണ്ട് വള്ളി തൂങ്ങി ഒരു കുരങ്ങൻ ഇങ്ങനെ നമ്മുടെ അടുത്ത് തോട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ വരക്കം കണ്ടപ്പോഴേ എനിക്കൊരു പന്തികേട് മണത്ത്. കാരണം നമ്മുടെ ഈ ഫോണ് കാര്യങ്ങളെല്ലാം ഇരിക്കുക, ഇത് കാണാനൊക്കെ എടുത്തു കഴിഞ്ഞാൽ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പറഞ്ഞാൽ
അച്ചൻകോവിൽ അമ്പലത്തിലാട്ടോ. അമ്പലത്തിൽ ഉച്ചയായി വന്നപ്പോഴത്തേക്ക്. ഇപ്പം ഏകദേശം ഒരു 2:30 സമയമായി. അതുകൊണ്ട് അമ്പലം അടച്ചേക്കുക. നമുക്ക് കയറി കാണാനൊന്നും പറ്റത്തില്ല. അപ്പോൾ വെളിയിൽ നിന്ന് ചുമ്മാ ഒന്നിങ്ങനെ കണ്ടിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാം. വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് പോവാം. എന്ന് പറഞ്ഞാൽ അച്ചൻകോവിൽ ആറിൻ്റെ സൈഡ് കേട്ടോ. വെള്ളം കണ്ടപ്പോഴത്തേക്ക് വണ്ടി ഒന്ന് ഒതുക്കി നമ്മളൊന്ന് ഇറങ്ങി നോക്കാമെന്ന് വെച്ചാൽ. വെള്ളം നമുക്ക് എപ്പോഴും ഒരു വീക്ക്നെസ് അല്ലേ. ഡ്രസ്സോ കാര്യങ്ങളില്ലാത്തതുകൊണ്ട് നമുക്ക് കുളിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഇറങ്ങിയിട്ട് മുഖം കൈയും കാലമൊക്കെ ഒന്ന് കഴുകാം. മൊത്തം പാറയാണ്, വരൾച്ചയാണ്. അതുകൊണ്ട് അധികം വെള്ളമൊന്നുമില്ല. പോകുമ്പോൾ എല്ലാവരും നല്ല വെള്ളമൊക്കെ ഉള്ള ടൈമിൽ പോവുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഇരുന്ന് കാഴ്ച കാണാനും കുളിക്കാനും ഒക്കെ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് കുളിക്കാനൊക്കെ പറ്റിയ നല്ല സ്പോട്ടായത്. ഇവിടെ വരുന്നവരെല്ലാം മാക്സിമം തോർത്ത് കാര്യങ്ങൾ ഡ്രസ്സ് എല്ലാം കൊണ്ടുവരികയാണെങ്കിൽ മാക്സിമം അടിച്ചു പൊളിച്ച് നമുക്ക് കുളിച്ച് നടിച്ച് പോകാനേ. അപ്പോൾ നമുക്ക് അപ്പുറത്തോട്ട് പോയി നോക്കാം. പാറ തിരിച്ച് ചടിച്ചു പോകാം. അങ്ങനെ പോകുന്നുണ്ട്. വലിയ കുഴിയൊന്നുമില്ല കേട്ടോ, വെറുതെ വേനലായോണ്ടാ വരുന്നത്. ഒട്ടും വെള്ളമില്ല, ഇച്ചിരിയും വെള്ളമില്ല. വലിയ ആഴമൊന്നും ഇവിടെ വല്ലാത്ത വലിച്ചെറിയുമ്പോ ആരോ കുടിച്ച കൂട്ടില്ല. ഇത് നമുക്കിങ്ങനെ വലിച്ചെറിയും. ഇതൊക്കെ എത്രമാത്രം ഹാനികരമെന്നറിയാം. ഇതൊക്കെ ആർക്കും അറിയാം, ഇവിടുന്ന് ആർക്കും അറിയത്തുമില്ല. എല്ലാവരും പഠിച്ചവരാ, പക്ഷെ കാര്യമില്ല. നമുക്കിത് എന്തായാലും സൈഡിൽ കൊണ്ടിടാം, ആരെങ്കിലും എടുത്തുകൊണ്ട് പോട്ടെ, അത്രേ ഉള്ളൂ. ആറും വെള്ളമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ നൊസ്റ്റാൾജി കയറ്റി വരും. എന്താന്നല്ലേ, ഒരു കല്ലെടുത്തെത്തിയിട്ട് നമ്മൾ എങ്ങനെ പോകുന്നത്. അപ്പോൾ നമുക്കൊരു കല്ലെടുത്തറിയാം. ആ ഗുഡുകൂടെ സൗണ്ട് ചെയ്തത് നമുക്ക് നിർത്തി വെച്ച് കാണാം. അതിനകത്ത് വർക്കിംഗ് വരുന്നത് തിങ്ങി പോണം, നല്ലൊരു രസമുണ്ട്. ഓക്കോ രണ്ടേ പോയി മതി. നമ്മളിപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കുളിക്കടമല്ല കേട്ടോ. ആക്ച്വലി കുളിക്കടം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ നമ്മൾ അവിടെ നിന്ന് കൂടെ മാറി ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കാലൊക്കെ നനയ്ക്കാനും നമുക്ക് കഴിയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ആക്ച്വലി കുളിക്കടം അവിടെ ഗ്യാങ്ങായിട്ട് വന്നാലും നമുക്ക് അടിച്ചു പൊളിക്കാല്ലേ. അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ അതായി കിടക്കുന്നതാണ്. ഈ വണ്ടി ഇല്ല, പോകാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ പറയുന്ന ഒരു ചെറിയ ചെറിയ മോഡലും ഞങ്ങളായിരിക്കും. നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും കണ്ടീഷനില്ലാത്ത വണ്ടിയാണ്. ഈ വണ്ടി വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെ വരെ വന്നിരിക്കുന്നത്. ടയറാണെങ്കിൽ മൊത്തം പോയി കിടക്കുക, അതായത് മൊത്തം പോയ ഒരു അവസ്ഥയില്ല. അത് വെച്ചാണ് നമ്മൾ ഇത്ര കിലോമീറ്റർ ഓടിച്ചത്. വരുന്നവരൊക്കെ ആണെങ്കിൽ മാക്സിമം വഴിയെ കൃത്യമായിട്ട് ചോദിച്ചറിഞ്ഞ് വെച്ചിട്ട് വരിക. ഇവിടെ വരികയാണെങ്കിൽ ഒട്ടും സിഗ്നൽ കിടത്തില്ല. ഇവിടുന്ന് ചാലിയക്കര വരെ നമുക്ക് സിഗ്നലുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒട്ടും സിഗ്നൽ കിടത്തില്ല. പിന്നെ നമ്മൾ ചോദിച്ചും പറഞ്ഞൊക്കെ നമ്മൾ ഇവിടെ വരെ എത്തിയത്. അപ്പോൾ നമ്മുടെ അനുഭവത്തിൽ വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ചോദിച്ചു വരിക. ഒരിക്കലും ഈ GPS ഗൂഗിൾ മാപ്പിനൊന്നും വിശ്വസിക്കരുത്. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം കൂടെ സപ്പോർട്ട് ചെയ്തിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.